പാട്ടുപാടിയും ജീവനക്കാർ. നടുവിൽ വധൂവരന്മാരെ ആനയിക്കുന്നതുപോലെ വെഡ്ഡിംഗ് ഫ്ലവർ സ്റ്റാൻഡിനു താഴെ ജില്ലാ കളക്ടർ NSK ഉമേഷ്. മാറ്റുകൂട്ടാൻ മുത്തുക്കുടയും ചെണ്ടമേളവുമെല്ലാം. ജില്ലയുടെ പ്രിയപ്പെട്ട കളക്ടർക്ക് ഹൃദയത്തിൽ തൊട്ടൊരു യാത്രയയപ്പ്. ശരിക്കുമൊരു ന്യൂജൻ വെഡ്ഡിംഗ് വൈബ് പോലെ. കളക്ടറുടെ ഇഷ്ടനിറമായ നീല വസ്ത്രമണിഞ്ഞാണ് ജീവനക്കാർ പലരും കളക്ടറേറ്റിലെത്തിയത്. കളക്ടറേറ്റ് ഇടനാഴിയിലൂടെ NSK ഉമേഷിനെ ആനയിച്ചുള്ള ആഘോഷമേളം അങ്ങനെ നീങ്ങി. ജനകീയ കളക്ടർ എന്ന പേരെടുത്ത കളക്ടറോട് ഏവർക്കും സ്നേഹം. അതാണ് യാത്രയയപ്പിലും പ്രകടമായത്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ എന്ന സുപ്രധാന ചുമതലയിലേക്കാണ് അദ്ദേഹം പോകുന്നത്. അടുത്തിടെ മികച്ച കളക്ടർക്കുള്ള പുരസ്കാരവും നേടിയാണ് എറണാകുളത്തു നിന്നും NSK ഉമേഷ് യാത്രയാകുന്നത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട നീല നിറത്തിലുള്ള വസ്ത്രം അണിഞ്ഞാണ് ജീവനക്കാർ വന്നത് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഇഷ്ട നിറം അതാണെന്ന് അറിയണമെങ്കിൽ തന്നെ എത്രത്തോളം അടുപ്പം ആ ജീവനക്കാർക്ക് കളക്ടറുമായി ഉണ്ട് എന്നതാണ് അല്ലേ. രാഗിൻ കൂടുതൽ വിശേഷങ്ങൾ പറയാൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാഗിൻ, ഇത്ര വൈബിലൊരു യാത്രയപ്പ് നൽകി എക്കാലവും അദ്ദേഹം ഓർത്തിരിക്കുന്ന ഒരു യാത്രയപ്പല്ലേ. ഓരോ യാത്രയപ്പും ഒരു ചെറിയ സങ്കടമുള്ള ഒരു കാര്യമാണ്. പക്ഷെ അതിനെയൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഒരുപാട് സന്തോഷത്തോടെ അദ്ദേഹത്തെ അവിടെ നിന്ന് ഇറങ്ങി പോകാനായിട്ട് ജീവനക്കാർ സഹായിച്ചു എന്നതാണ് അല്ലേ. എന്തായാലും ഇതുപോലൊരു സെൻഡ് ഓഫ് മറ്റേതെങ്കിലും കളക്ടർക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന കാര്യം സംശയമാണ്. കാരണം അത്രത്തോളം കെങ്കേമമായിരുന്നു, ഗംഭീരമായിരുന്നു. ജീവനക്കാർ അവരുടെ സ്നേഹവായ്പാണ് കളക്ടർക്ക് നൽകിയത്. ഒരു സമ്മാനം കണക്കെയാണ് ആ സെൻഡ് ഓഫ് കാണപ്പെട്ടത്. അതിനുള്ള പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അദ്ദേഹം അവരോടുള്ള ഇടപഴകൽ അങ്ങനെയായിരുന്നു. ഒരു സോഷ്യലായ രീതിയിൽ വളരെ കൂളായി ഒക്കെ തന്നെയാണ് ജീവനക്കാരോട് ഇടപെട്ടിരുന്നത്. ഒരു ടീം വർക്ക് എന്ന നിലയിലാണ് കാര്യങ്ങൾ നടന്നിരുന്നത്. അതിപ്പോൾ എല്ലാ കാര്യത്തിലും, അത് ജോലിയുടെ കാര്യത്തിലാണെങ്കിലും അല്ലാതെ ഇപ്പോൾ ഓണാഘോഷ പരിപാടിയിലൊക്കെ തന്നെയാണെങ്കിലും വടം വലിക്കാനും ഒക്കെ തന്നെ കളക്ടർ മുൻപന്തിയിൽ നിന്ന് അവരോടൊപ്പം ഇഴുകിച്ചേർന്ന് മുന്നോട്ട് പോകുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ കളക്ടർ പോകുമ്പോൾ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കളക്ടർക്ക് ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു സെൻഡ് ഓഫ് കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അവർ ആ കാര്യം ചെയ്തിട്ടുള്ളത്. NSK ഉമേഷിനെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ഏറ്റവും ജനകീയനായിട്ടൊരു കളക്ടർ കൂടിയായിരുന്നു അദ്ദേഹം. അത് അദ്ദേഹത്തിൻ്റെ മുഖമുദ്രയായിരുന്നു. അത് ഓരോ കാര്യങ്ങളിലും ഉണ്ടായിരുന്നു. അത് പ്രൊഫഷണലായി തന്നെ കാര്യങ്ങൾ ചെയ്യുന്ന ഘട്ടത്തിലാണെങ്കിലും അല്ലാതെ എല്ലാ കാര്യങ്ങളിലും ഒക്കെ ഉണ്ടായിരുന്നു. മാത്രമല്ല സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ സജീവമാണ്. ഏകദേശം 6 ലക്ഷത്തോളം ഫോളോവേഴ്സ് തന്നെയുണ്ട്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെ വലിയ താല്പര്യമാണ്. പ്രത്യേകിച്ചും ഈ ബ്രഹ്മപുരം സംഭവത്തിലാണ് കളക്ടർ ഇവിടെ വരികയും അവിടെ ഒരു ഇടപെടൽ നടത്തുകയൊക്കെ ചെയ്ത അനുഭവം ഏവരുടെയും മുന്നിലൊക്കെ തന്നെയുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായ ഒരു അനുഭവം ഓർത്തെടുക്കാൻ കഴിയുകയാണെങ്കിൽ കളക്ടറേറ്റിൽ മറ്റൊരു വാർത്ത എടുക്കാൻ വേണ്ടി പോകുന്നു. കളക്ടറുടെ പ്രതികരണം എടുക്കുന്നു. അത് വേറൊരു വാർത്തയുമായി ബന്ധപ്പെട്ടാണ്. അതിനുശേഷം തിരിച്ചു പോരുന്ന ഘട്ടത്തിലാണ് അന്ന് ഈ സോളാറുമായി ബന്ധപ്പെട്ട വിഷയമൊക്കെ ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ ഈ സോളാർ പാനൽ അവിടെ പ്രവർത്തിക്കുന്നില്ല, കളക്ടറേറ്റിൽ തന്നെ പ്രവർത്തിക്കുന്നില്ല എന്നൊരു വിവരം കിട്ടുന്നു. നമ്മളപ്പോൾ പോകുന്നു, അതിന് മുകളിലാണ്, അവിടെ പോയി വിഷ്വൽ എടുക്കുന്നു, വാർത്ത കൊടുക്കുന്നു, അത് പോകുന്നു, ലൈവായി തന്നെ പോകുന്നു. അതിനുശേഷം കളക്ടർ എന്നെ വിളിക്കുകയാണ്. കളക്ടർ വിളിക്കുന്ന ഘട്ടത്തിൽ നമ്മൾ വിചാരിക്കുന്നത് നിങ്ങൾ എന്തിനാണ് അവിടെ പോയത്, അല്ലെങ്കിൽ സാങ്കേതികമായിട്ട് അവിടെ അങ്ങോട്ട് എൻട്രിയുടെ പ്രശ്നമോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ പറയുമായിരിക്കുമെന്നാണ്. പക്ഷേ കളക്ടർ വളരെ പോസിറ്റീവായി അദ്ദേഹം പറഞ്ഞത് അക്കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അത് നേരത്തെ മുതലുള്ള പ്രശ്നമാണ് എന്ന തരത്തിൽ. അങ്ങനെ ഓരോ വിഷയത്തിലും അത്തരത്തിലുള്ള ഇടപെടലാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത്. അങ്ങനെ ഇടപെടുന്നതോടുകൂടി കിട്ടുന്ന ആ ഒരു സ്നേഹവും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് അദ്ദേഹത്തിന് പോകുമ്പോൾ അദ്ദേഹത്തിന് തിരിച്ച് ലഭിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക്, ക്യാബിനിലേക്ക് പലരും നിവേദനമോ പരാതിയോ ഒന്നുമായി അല്ല വരുന്നത്. മറിച്ച് കളക്ടർ പോകുന്നു എന്നറിയുമ്പോൾ അദ്ദേഹത്തിന് ഉപഹാരവും സ്നേഹവായ്പും അതോടൊപ്പം തന്നെ നല്ല വാക്കുകളും ഒക്കെ തന്നെയായാണ് പലരും. വെറുതെ ആയിരിക്കില്ല അല്ലെ അദ്ദേഹം ജനപ്രിയനായത്. ഇതുപോലെ രാഗിൻ തന്നെ ഇപ്പോൾ വ്യക്തിപരമായ ഒരു അനുഭവം പറഞ്ഞു. അതുപോലെ തന്നെ എല്ലാവർക്കും അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവും.